നല്ല സ്പൈസി ആയിട്ടുള്ളൊരു കഥ കേട്ടാലോ ഇന്ന്? കുറച്ച് ഉപ്പും പുളിയും എരിവും ഒക്കെ നിറഞ്ഞൊരു കഥ. ആ കഥ എന്താണെന്നല്ലേ? ബാ. നമ്മെ എല്ലാം കൊതിപ്പിച്ചിട്ടുള്ള, വായിൽ കപ്പൽ ഓടിപ്പിച്ചിട്ടുള്ള ചിക്കൻ 65ന്റെ കഥ. ജനപ്രിയ TV ഷോയായ കൗൻ ബനേഗ ക്രോർപതി സീസൺ 1 സാക്ഷാൽ അമിതാഭ് ബച്ചൻ ചോദിച്ച ആ ചോദ്യം, ചിക്കൻ 65 എന്ന വിഭവം എവിടെ നിന്നാണ്? ലോകമെമ്പാടുമുള്ള റെസ്റ്റോറൻറ്റുകളിൽ ചിക്കൻ 65 എങ്ങനെ ഇത്രയും പ്രിയപ്പെട്ട ഭക്ഷണമായി മാറി? ഈ വിഭവത്തിന് എങ്ങനെയാണ് ഈ പേര് ലഭിച്ചത്? അതിൻ്റെ ചരിത്രവും നാൾവഴികളും എന്ത്? ഈ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജസ്റ്റിൻ തോമസ് ആൻഡ് വി ആർ ജസ്റ്റ് ഇൻ കോൺവെർസേഷൻസ്. ഏറ്റവും വൈവിധ്യമാർന്ന ഭക്ഷണങ്ങൾക്ക് പേര് കേട്ടതാണ് നമ്മുടെ ഇന്ത്യ. അതിൽ തന്നെ ഏറ്റവും പ്രശസ്തവും മികച്ചതുമായ ഒരു വിഭവമാണ് ചിക്കൻ 65. ഒട്ടുമിക്ക എല്ലാ വീടുകളിലും റെസ്റ്റോറൻറ്റുകളിലും ഒരിക്കലെങ്കിലും പരീക്ഷിച്ചിട്ട് പ്രിയപ്പെട്ടതായി മാറിയ ചിക്കൻ 65. നല്ല ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്ന ഈ ചിക്കൻ വിഭവത്തിന്റെ പല വേർഷൻസ് പലരും കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന്റെ അസാധ്യ സ്വാദ് ഒരിക്കലെങ്കിലും അറിഞ്ഞിട്ടുള്ളവർ ഉറപ്പായിട്ടും ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, എന്താ ഇതിന്റെ കൂട്ടെന്ന്. എന്നാൽ അതിനേക്കാൾ കൂടുതൽ ആളുകൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഈ വിഭവത്തിന് എങ്ങനെയാണ് ഈ 65 എന്നുള്ള പേര് ലഭിച്ചതെന്ന്. ഈ വിഭവത്തിന്റെ പേരിൽ ഒരു നമ്പർ ഉള്ളത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എങ്കിൽ ആ കഥ ഇങ്ങനെ. പലപ്പോഴും നമുക്ക് എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാം, ഇതൊരു ചൈനീസ് ഐറ്റം ആണോ എന്ന്. കാരണം നമ്മൾ എല്ലാവരും റെസ്റ്റോറൻറ്റിൽ പോയി അവിടുത്തെ മെനു ചോദിക്കുമ്പോൾ പലപ്പോഴും ചിക്കൻ 65ന്റെ സ്ഥാനം ചൈനീസ് ഐറ്റങ്ങളോടൊപ്പമാണ്. ചില്ലി ചിക്കൻ, ചിക്കൻ 65, ചിക്കൻ മഞ്ചൂരിയൻ, ഹണി ഗാർലിക് ചിക്കൻ, അങ്ങനെ വെയിറ്റർ ലിസ്റ്റിലുള്ള ഐറ്റംസ് ഓരോന്നായി പറയുമ്പോൾ അത്തരമൊരു തെറ്റിദ്ധാരണ വരുന്നത് സ്വാഭാവികം. എന്നാൽ ചിക്കൻ 65 അങ്ങനെ വിദേശിയൊന്നുമല്ല. അതിൻ്റെ തുടക്കം അങ്ങ് തമിഴ്നാട്ടിൽ നിന്നുമാണ്. 1965 ചെന്നൈയിലെ ബുഹാരി ഹോട്ടൽ ശൃംഖലയുടെ ഉടമ ശ്രീ AM ബുഹാരി ഈ സ്റ്റാർട്ടർ ഐറ്റം കണ്ടുപിടിച്ചപ്പോൾ മുതലാണ് ചിക്കൻ 65ന്റെ ചരിത്രം ആരംഭിക്കുന്നത്. തൻ്റെ ഹോട്ടലിൽ ഒരു വ്യത്യസ്ത വിഭവം കൊണ്ടുവന്ന് ബിസിനസ് വർദ്ധിപ്പിക്കാനുള്ള ബുഹാരിയുടെ ചിന്തയിൽ നിന്നുമാണ് ചിക്കൻ 65 തുടങ്ങുന്നത്. താൻ പ്രതീക്ഷിച്ച പോലെ ചിക്കൻ 65 വലിയ തരംഗമായി മാറി. അതുതന്നെയാണ് ആദ്യത്തേതും ഏറ്റവും അംഗീകരിക്കപ്പെട്ടതുമായ ചിക്കൻ 65ന്റെ പേരിന്റെ ഉത്ഭവകഥ. മുൻപ് പറഞ്ഞ പോലെ 1965 ബുഹാരി ഹോട്ടലിൽ ഇത് തുടങ്ങിയത് കൊണ്ട് ഏറ്റവും അനുയോജ്യമായ പേര് അത് കണ്ടുപിടിക്കപ്പെട്ട വർഷം കൂടി ചേർത്ത ചിക്കൻ 65 എന്നുള്ളതായതുകൊണ്ട് ആ പേര് നൽകിയെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഈ ഐതിഹാസിക വിഭവത്തിന്റെ ഉത്ഭവത്തെ ചുറ്റിപ്പറ്റിയുള്ള മറ്റ് കഥകളുമുണ്ട്. 1965 ഇന്ത്യൻ പട്ടാളക്കാർക്കുള്ള ഒരു ലളിതമായ ഭക്ഷണമായാണ് ഇത് തുടങ്ങിയതെന്നാണ് മറ്റൊരു കഥ. ചെന്നൈയിലുള്ള പട്ടാളക്കാർ ഭക്ഷണം കഴിക്കുവാനായി ക്യാൻറ്റീനിലെത്തുമ്പോൾ വളരെ വലിയൊരു മെനു ഭക്ഷണം ഓർഡർ ചെയ്യുവാനായി അവർക്ക് കൊടുത്തിരുന്നു. അതിൽ തന്നെ ഒരുപാട് ചിക്കൻ വിഭവങ്ങൾ ഉള്ളതിൽ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചിക്കൻ ഐറ്റം മെനു കാർഡിൽ 65ാമതായി കൊടുത്തിരുന്ന ഈ ഡീപ് ഫ്രൈഡ് ചിക്കൻ ആയിരുന്നു. ക്യാൻറ്റീനിൽ ഭാഷാതടസ്സം ഉണ്ടായിരുന്നതിനാൽ ഈ ചിക്കൻ വിഭവത്തെ നമ്പറുമായി ബന്ധപ്പെടുത്തുന്നത് പട്ടാളക്കാർക്ക് ഈ വിഭവം ഓർത്തെടുക്കാനുള്ള എളുപ്പവഴിയായിരുന്നു. അങ്ങനെ തങ്ങളുടെ ഇഷ്ട വിഭവം എളുപ്പത്തിൽ ഓർഡർ ചെയ്യുവാനായി മെനു കാർഡിലെ നമ്പർ കൂടി ചേർത്ത് പറഞ്ഞ് ക്രമേണ അത് ചിക്കൻ 65 എന്നായി മാറി. പിന്നീട് മെനു കാർഡിലെ സ്ഥാനം മാറി വന്നെങ്കിലും അതിന്റെ പേരും ജനപ്രീതിയും അങ്ങനെ തന്നെ തുടർന്നു. വളരെ സ്പൈസിയായ ഈ വിഭവം ഉണ്ടാക്കുവാനായി ഉപയോഗിക്കുന്ന കൂട്ടിൽ നിന്നുമാണ് ഈ പേര് ലഭിച്ചതെന്നാണ് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി.
എരിവേറിയ മുളകുകൾ തന്നെയാണ് ഈ വിഭവത്തിന്റെ പ്രധാന കൂട്ട്. ഏകദേശം 65 മുളകുകൾ ഉപയോഗിച്ചാണ് ആദ്യമായി ഈ വിഭവം ഉണ്ടാക്കിയത്. ആ കാരണം കൊണ്ട് തന്നെ ഇതിന് ചിക്കൻ 65 എന്ന പേര് ലഭിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഈ കഥകളൊക്കെ നിലവിലുള്ളപ്പോൾ തന്നെ മറ്റ് കഥകളും പ്രചാരത്തിലായി. ചിക്കൻ 65 കഷ്ണങ്ങളാക്കി അരിഞ്ഞതുകൊണ്ടോ 65 ദിവസം മാരിനേറ്റ് ചെയ്തതുകൊണ്ടോ ഈ വിഭവത്തിന് പ്രത്യേക രുചി ലഭിച്ചതുകൊണ്ട് ഇതിന് ചിക്കൻ 65 എന്ന പേര് ലഭിച്ചു എന്നാണ് മറ്റൊരു കഥ. എന്നാൽ കൂട്ടത്തിൽ മറ്റൊരു വിചിത്രമായ കഥ കൂടി ഉണ്ടായിരുന്നു. 65 ദിവസം പ്രായമുള്ള കോഴികളിൽ നിന്നും ഈ വിഭവം ഉണ്ടാക്കിയതുകൊണ്ട് ആ പേര് ലഭിച്ചു എന്നാണ് ആ കഥ. ചിക്കൻ 65ന്റെ തുടക്കത്തെപ്പറ്റി ചരിത്രപരമായ ചില കഥകൾ കൂടിയുണ്ട്. ബ്രിട്ടീഷ് കൊളോണിയൽ കാലഘട്ടത്തിൽ ഇന്ത്യൻ സൈനികരാണ് ഇത് ആദ്യമായി ഉണ്ടാക്കിയതെന്നും ബ്രിട്ടീഷ് സൈന്യത്തിന്റെ 65ാമത്തെ റെജിമെന്റിന്റെ പേരിലാണ് ഇതിന് പേരിട്ടതെന്നും ചിലർ പറയുന്നു. എന്നാൽ 1965 ഇന്ത്യയും ചൈനയും തമ്മിലുള്ള യുദ്ധക്കളത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ഷെഫാണ് ഇത് ആദ്യമായി ഉണ്ടാക്കിയതെന്നും അതിന്റെ ബഹുമാനാർത്ഥം ഈ പേര് നൽകിയെന്നും മറ്റു ചിലർ വാദിക്കുന്നു. കൃത്യമായ ഒരു ഉത്ഭവം പരിഗണിക്കാതെ തന്നെ ചിക്കൻ 65 ഇന്ത്യൻ പാചക രീതിയിൽ ജനപ്രിയവും പ്രിയപ്പെട്ടതുമായ ഒരു വിഭവമായി മാറിയിരിക്കുന്നു. ഇന്ത്യയിൽ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള എല്ലാ ഭക്ഷണപ്രേമികളെയും ഒരുപോലെ സന്തോഷിപ്പിക്കുന്ന ഒന്നാണ് ചിക്കൻ 65 എന്നതിൽ സംശയമില്ല. പേരിന്റെ കഥ ഒരുപാട് നിലവിലുണ്ടെങ്കിലും രുചിയുടെ കഥ ഒന്ന് മാത്രമേ ഉള്ളൂ, മനസ്സ് നിറയ്ക്കുന്ന കഥ. ഇനി നിങ്ങൾ ചിക്കൻ 65 കഴിക്കുമ്പോൾ ഈ കഥ ഓർത്തെടുക്കുമെന്ന പ്രതീക്ഷയോടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. പക്ഷെ കോൺവെർസേഷൻസ് അത് തുടർന്നുകൊണ്ടേയിരിക്കും. We were just in conversations. Goodbye.